ബാബുരാജ് മത്സരിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് ആരോപണ വിധേയരായ ആൾക്കാർ ഇപ്പോൾ സിദ്ദിഖിന്റെ കാര്യം എടുത്തുള്ളൂ. സിദ്ദിഖിന് ആരോപണ വിധേയനായ ആ നിമിഷം അയാൾ രാജിവെച്ചു. വെയിറ്റ് ചെയ്തിട്ടില്ല. ഈ അലിഗേഷൻ വന്ന ഉടനെ രാജിവെച്ചു. അതേപോലെ തന്നെ ഇതിന് കുറച്ച് സമയമെടുത്തെങ്കിലും ഇടവേള ബാബു, വിജയ് ബാബു എല്ലാവരും അങ്ങനെ രാജിവെച്ച് പോയി. ഈ ബാബുരാജ് മാത്രമാണ് ഇങ്ങനെ വളരെ എഡമെന്റായിട്ട് നിൽക്കുന്നത്. പക്ഷെ അതിന് നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ കൊടുത്തില്ല. കാരണം അതിനൊരു പ്രോസസ് ഉണ്ട്. ഒരു അംഗത്തിനെ നമ്മൾ പുറത്താക്കണമെങ്കിൽ പ്രോസസ്. പക്ഷെ അതിന് ഏറ്റവും വലിയൊരു കോടതി ആരാണ്? ഒരു അസോസിയേഷന്റെയോ അല്ലെങ്കിൽ എന്തിന്റെയോ ഒരു വലിയൊരു കോടതിയാണ് AGM, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. അത് വലിയൊരു ബോഡിയാണ്. അതിലെടുക്കുന്ന തീരുമാനമാണ് ഫൈനൽ. ഒരു കോടതിക്കും അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെയുള്ള ആരോപണ വിധേയരായ ആൾക്കാർ ഇവിടെ മത്സരിക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ അംഗങ്ങൾക്ക് വോട്ട് ചെയ്ത് തോൽപ്പിക്കാൻ പറയാം. മനസ്സിലായില്ലേ? അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. ഈ 15-ാം തീയതി നടക്കാൻ പോകുന്ന ഈ മത്സരം എന്ന് പറയുന്നത് വേണ്ടാത്തവരെ പുറത്താക്കാനുള്ള ഒരു പ്രോസസ്സ് നടക്കുകയാണിത്. അവർക്ക് ഈ AGM-ന് ആനുവൽ ജനറൽ ബോഡിയും ആ ഒരു ബോഡിക്ക് 6 വേണമെങ്കിലും പുറത്താക്കാൻ സാധിക്കും, ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ അംഗങ്ങൾ തീരുമാനിക്കട്ടെ. ഇനി ഒരു 15 ദിവസം കൂടിയുള്ളൂ. അപ്പോൾ ആരൊക്കെ ഇവിടെ ഉണ്ടാവും ഇല്ലാന്നിരിക്കും. നമുക്ക് ഈ 15-ാം തീയതി നമുക്കറിയാം. ഈ ആരോപണ വിധേയരായ ആൾക്കാർ ഇപ്പോഴും മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ അവരെ തോൽപ്പിക്കാനുള്ള ഒരു റൈറ്റ്, ഒരു അവകാശം, റൈറ്റ് ഇവർക്കുണ്ട്. AGM-ന്. I am waiting for that.